ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തണം. പക്ഷെ ആ ചേർത്ത് നിർത്തലിൽ നമുക്ക് പ്രയോജനമുള്ളവരെ കൂടുതൽ ചേർത്ത് നിർത്തണം. അത് സ്വാർത്ഥതയാണോ? അല്ല. ആ ചേർത്ത് നിർത്തലിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന് നൽകാൻ സാധിക്കുമെങ്കിൽ ആ ചേർത്ത് നിർത്തൽ സ്വാർത്ഥതയല്ല. ഇത്തരത്തിലൊരു ചേർത്ത് നിർത്തലിനെ കുറിച്ച് ഭാസ്കരൻ നായർ അജയൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. അത് ആ ചേർത്ത് നിർത്തൽ ചെയ്യേണ്ടത് ആരാണെന്നും ആരെയാണ് ചേർത്ത് നിർത്തേണ്ടത് എന്നതും പറയാം. ഈ ഉപദേശം അദ്ദേഹം, ഈ നിർദ്ദേശം, ഈ ഒരു സജഷൻ അദ്ദേഹം നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട 3 BJP MLA-മാരോടാണ്. ഈ 3 BJP MLA-മാരോട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: എൻ്റെ പ്രിയപ്പെട്ട 3 BJP MLA-മാരോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ മുനമ്പം വിവാദ ഭൂമി വഖഫ് ആക്കി കൊടുക്കാൻ മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ അവർ തന്തയ്ക്ക് പിറന്നവരാണ്. അവരെ സഹായിക്കുന്നവരെ അവർ തിരിച്ചും സഹായിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ഈ ലത്തീൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്തു. മുനമ്പത്ത് സമരം ചെയ്തു. കൂടാതെ കേന്ദ്രത്തിൽ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്നു. എന്നാൽ കോൺഗ്രസുകാർ മുസ്ലിം ലീഗിനോട് ചേർന്ന് ഈ ബില്ലിനെ എതിർത്തു. കൂടാതെ വഖഫ് ബില്ലിൽ മാറ്റങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കി. മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ വീടുകളിൽ നിന്നും ഇറക്കിവിടാൻ വഴിയാധാരമാക്കാൻ കൂട്ടുനിന്നു. എന്നാൽ BJPയും വെള്ളാപ്പള്ളി നടേശൻ മാത്രം ഇവർക്കൊപ്പം നിന്ന് സമരം ചെയ്തു. 2026 മെയ് 4 വോട്ടെണ്ണി വൈപ്പിനിൽ കോൺഗ്രസിലെ ടോണി ചമണി 15,648 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPM-ലെ അഡ്വക്കേറ്റ് MP ഷൈനിക്ക് ലഭിച്ചത് 50,464 വോട്ടുകളാണ്. എന്നാൽ NDA സ്ഥാനാർത്ഥി അനിത തോമസിന് ലഭിച്ചത് വെറും 13,637 വോട്ടുകൾ. എന്ന് വെച്ചാൽ ടോണിയുടെ ഭൂരിപക്ഷമായ 15,648 താഴെ കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലുള്ള പള്ളിപ്പുറം പഞ്ചായത്തിന്റെ ഭാഗമാണ് മുനമ്പം. വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഏകദേശം 600ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഇടതു വലത് മുന്നണികൾ ഒത്തുകളിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും റവന്യൂ അധികാരങ്ങൾ എടുത്തു കളയുകയും ചെയ്യുകയും അതിന് കൂട്ടുനിൽക്കുന്നവരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും പ്രധാനമന്ത്രിയെ കണ്ട് പാർലമെന്റിൽ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് ഈ കുടുംബങ്ങൾക്ക് ഭൂമിയുടെ അവകാശം ഉറപ്പാക്കാൻ നടപടിയെടുത്ത് BJPക്ക് കിട്ടിയത് പരമ്പരാഗത RSS വോട്ടുകൾ മാത്രം. കൂടാതെ വെള്ളാപ്പള്ളിയെ വർഗീയവാദിയെ ചിത്രീകരിച്ചു. എന്ന് വെച്ചാൽ കിടപ്പാടത്തേക്കാൾ വലുതാണ് ഇവർക്ക് മതം. ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ പരിശ്രമിച്ചവർ തന്നെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഒന്നുകൊണ്ടറിയുന്നു രണ്ടിന്റെ ബലാബലം. സത്യം പറയട്ടെ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. മുനമ്പം നിവാസികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതിന്റെ ലക്ഷത്തിലൊരംശം മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് കേരള നിയമസഭയിൽ കുറഞ്ഞത് 25 MLA-മാരെയെങ്കിലും നമുക്ക് കാണാമായിരുന്നു. അവർ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ്. അവരെ സഹായിച്ചാൽ അവർ തിരികെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട BJP MLA-മാർ, ഈ മുനമ്പം ഭൂമി വഖഫ് ആക്കാൻ VD സതീശൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ബഹളത്തിനൊന്നിനും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ശ്രീ PM മോദിയുടെ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളിൽ ഒന്നും പോകാതെ കൈ കെട്ടുമിണ്ടാതിരുന്നാൽ മതി. കൂടാതെ കുഞ്ഞാലിക്കുട്ടിയോട് പറയണം, ഈ ഉമ്മീദ് പോർട്ടലിൽ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഭൂമി പെട്ടെന്ന് തന്നെ വഖഫ് ആക്കി വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യനോട് പറഞ്ഞ് കിരൺ റിജിജുവിനെ കൊണ്ട് ഏർപ്പാടാക്കണം. ജോർജ് കുര്യന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം പ്രത്യേകം ഇൻട്രസ്റ്റ് എടുത്ത് ഇവർക്ക് മുനമ്പം ഭൂമി വഖഫ് ചെയ്തു കൊടുക്കും. എന്നിട്ട് മലപ്പുറത്ത് നിന്ന് കുറഞ്ഞത് 5 സീറ്റിലെങ്കിലും BJPക്ക് വിജയിക്കും. ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഫലം 100% ഉറപ്പ്. അവസാനമായി ഈ മുസ്ലിം ലീഗ്, അതായത് മുസ്ലിങ്ങൾ ഈ ക്രിസ്ത്യാനികളെ പോലെ ഊതുമ്പോൾ ഇങ്ങും ഉറിഞ്ചുമ്പോൾ അങ്ങുമായി നടക്കുന്നവരല്ല. അവരുടെ പാണക്കാട്ടിൽ ധൈര്യമായി കേക്കുമായി ചെല്ലാം. അവർ ബിരിയാണി തന്ന് സൽക്കരിക്കും. കൂടാതെ വേണ്ട സഹായവും ചെയ്യും. വിളിച്ചു പറയുകയോ നന്ദി കേട് കാട്ടുകയോ ഇല്ല. മതം മാറ്റം നടത്തിയാൽ ശ്രമിച്ചാൽ തന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കുകയും സൗഹൃദത്തിനു വേണ്ടി ജീവൻ വരെ കൊടുക്കുന്നവരുമാണ്. ഇങ്ങനെ ഒരു വിശകലനമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇവിടെ പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ചേർത്തുപിടിക്കൽ എല്ലാവരോടുമാകാം. എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തണം. ഒരാളെ പോലും ഒഴിവാക്കരുത്. ഒരു സമൂഹത്തിൽ സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന അവസരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തണം. അതിപ്പോൾ രാഷ്ട്രീയമായാലും അല്ലാത്തൊരു കാര്യമായാലും. പക്ഷെ ആ ചേർത്തുപിടിക്കലുകളിൽ കുറേയധികം നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനു വേണ്ടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചില ചേർത്തുപിടിക്കലുകൾ ഒന്നുകൂടി മുറുകുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.